ആദിൽ പാലോട്, ദീപക് മലയമ്മ, അലി അക്ബർ ഷാ എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം എത്തുന്നത്. അലി അക്ബർ ഷാ നേരത്തെ പ്രതികരണങ്ങളിലേക്ക് പോവുകയായിരുന്നു. നമുക്ക് കോഴിക്കോട്ട് നിന്നും തിരുവനന്തപുരത്തു നിന്നുമുള്ള വിവരങ്ങളിലേക്കാണ് ഇനി വരേണ്ടത്. ആദിൽ പാലോട്, ഇന്നലെ നമ്മളാണ് വൈകിട്ട് സബ്സിഡിയിൽ മാറ്റം വരാൻ പോകുന്നു എന്ന വാർത്ത ബ്രേക്ക് ചെയ്തത്. ഇന്നിപ്പോൾ ഈ വില നിലവാരം, പുതിയ വില പട്ടിക എങ്ങനെയായിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് സബ്സിഡി സാധനങ്ങളിൽ വിലയിൽ പ്രതിഫലിക്കാൻ പോകുന്ന മാറ്റം? എത്ര രൂപയുടെ വർധന പ്രധാനപ്പെട്ട ഇനങ്ങൾക്ക് കൂടുന്നു? നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് മുളകിനൊക്കെ ഇരട്ടിയിലധികം വിലയിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. വൻതോതിൽ വില വർദ്ധിക്കും എന്നുള്ളതാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വില നിലവാരം. വില പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. അത് പൊതുജനങ്ങൾ കൂടി ആവശ്യമാണെന്ന് തോന്നുന്നു. ചെറുപയർ 1 കിലോഗ്രാമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത്. അത് 74 രൂപയായിരുന്നു നേരത്തെയുള്ള നിരക്ക്. അത് 93 രൂപയായി മാറും. വർധനവ് 19 രൂപയാണ്. ഉഴുന്ന് നോക്കിയാൽ 1 കിലോയ്ക്ക് 66 രൂപ നിരക്കിലായിരുന്നു സബ്സിഡിയായി സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. ഇനി ഉഴുന്ന് വാങ്ങണമെങ്കിൽ 95 രൂപയാണ് നൽകേണ്ടി വരിക. 29 രൂപയുടെ മാറ്റം ഈ ഉഴുന്നിൻ്റെ വിലയിൽ ഉണ്ടായിട്ടുണ്ട്. വൻകടലയിലുള്ള മാറ്റം 27 രൂപയുടേതാണ്. 43 രൂപയായിരുന്ന വൻകടല ഇനി വാങ്ങണമെങ്കിൽ 70 രൂപ നൽകേണ്ടി വരും. വൻപയറിൽ 31 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. വൻപയറിൽ 45 രൂപയായിരുന്നു വൻപയറിൻ്റെ മുൻപുള്ള വില. അത് 76 രൂപയായി ഉയരും. തുവരപ്പരിപ്പാണെങ്കിൽ വലിയ വ്യത്യാസമാണ്. 50 രൂപയോളം, 46 രൂപയാണ് തുവരപ്പരിപ്പിൽ വ്യത്യാസപ്പെടുക. 65 രൂപയായിരുന്നു തുവരപ്പരിപ്പിൻ്റെ വില. അത് 111 രൂപയിലേക്ക് മാറുന്നു എന്നതാണ് പൊതുജനങ്ങളെ കൃത്യമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വില വർധന എന്നുള്ളത്. മുളക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മുളകിന് ഇരട്ടിയിലധികം വില വർദ്ധിക്കും എന്ന് പലയാവർത്തി നമ്മൾ പറഞ്ഞിരുന്നു. മുളക് 500 ഗ്രാം 1/2 കിലോയാണ് സബ്സിഡി നിരക്കിൽ കടകളിൽ നിന്ന് നൽകുന്നത്. 500 ഗ്രാം വാങ്ങാൻ 37 രൂപ 50 പൈസയാണ് നിലവിൽ വാങ്ങുന്നത്. 37 രൂപ 50 പൈസ. ഇനി അത് വാങ്ങണമെങ്കിൽ 82 രൂപ നൽകേണ്ടി വരുമെന്നുള്ളതാണ് പുതിയ വില പട്ടിക വരുമ്പോൾ മനസ്സിലാകുന്നത്. 44 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിരിക്കുന്നു സർക്കാർ. മല്ലിയാണെങ്കിൽ 500 ഗ്രാം തന്നെയാണ് മല്ലി സബ്സിഡിയായി മാവേലി സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതിന് 39 രൂപ 50 പൈസയാണ് മല്ലിക്ക് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അതിനി വാങ്ങണമെങ്കിൽ മല്ലിയിൽ വ്യത്യാസമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വില വ്യത്യാസം വന്നിട്ടില്ലാത്ത ഒരു ഐറ്റം മല്ലിയാണ്. 39 രൂപ 50 പൈസയ്ക്ക് വാങ്ങിയിരുന്നത് വില കൂട്ടുമ്പോഴും വില വർദ്ധിപ്പിക്കുമ്പോഴും വില പരിഷ്കരിക്കുമ്പോഴും 39 രൂപ എന്നതിലേക്ക് മാറുന്നു. 50 പൈസ കുറയുന്നു എന്നുള്ളതാണ് മല്ലിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പഞ്ചസാരയാണെങ്കിൽ 1 കിലോ 22 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നത് 28 രൂപ ഇനി നൽകണം. 6 രൂപയുടെ വ്യത്യാസം. വെളിച്ചെണ്ണ 1/2 ലിറ്ററാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 46 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 55 രൂപയായി മാറും. 9 രൂപയുടെ വ്യത്യാസം വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഉണ്ടാകും. ജയ അരി, കുറുവ അരി, മട്ട അരി എന്നിങ്ങനെയുള്ള അരികൾ 25 രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാരത് അരിയൊക്കെ വന്നപ്പോൾ വലിയ ആവേശത്തോടെ ഭക്ഷ്യമന്ത്രി അടക്കം പറഞ്ഞത് 29 രൂപയ്ക്കാണ് ഭാരതരി നൽകുന്നത്. പക്ഷേ സപ്ലൈകോ സ്റ്റോറുകളിൽ 25 രൂപയാണ് ഈ അരികളൊക്കെ നമ്മൾ വിതരണം ചെയ്തത് എന്നായിരുന്നു. വില വർദ്ധിക്കുമ്പോൾ പക്ഷേ ജയ അരിക്ക് 29 രൂപയാകുന്നു, കുറുവ അരിക്ക് 30 രൂപയാകുന്നു, മട്ട അരിക്ക് 30 രൂപയാകുന്നു. അതിൽ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആദിൽ പാലോട്, ജയ, മട്ട, കുറുവ ഈ 3 അരികളും വാങ്ങുന്നവർക്ക് 10 കിലോയാണ് പരമാവധി സപ്ലൈകോയിൽ നിന്ന് ഈ നിരക്കിൽ ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി മുന്നിലുണ്ട്. ഭാരത് അരിയുടെ അതേ വിലയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ 10 കിലോയാണ് പരമാവധി വാങ്ങാൻ കഴിയുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഉറപ്പായും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനൊപ്പം ഈ വിലയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞുകൊണ്ടിരുന്നത്, സുജയ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഒപ്പം വിലയുടെ കാര്യത്തിലും 29 രൂപയുടെ താഴെ വിൽക്കാൻ കഴിയില്ല പുതിയ വില നിലവാരം അനുസരിച്ച് എന്നുള്ളതാണ്. അവസാനമായി 13ാമത്തെ ഇനം പച്ചരി 23 രൂപയ്ക്കാണ് നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന് 26 രൂപയാകും. 3 രൂപയുടെ വ്യത്യാസമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ രൂപത്തിലുള്ള വില വ്യത്യാസം സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടിയിലെ സബ്സിഡി സാധനങ്ങളൊക്കെ വിൽക്കുന്ന സപ്ലൈകോ സ്റ്റോറിലാണ്. വലിയ രൂപത്തിൽ ഇവിടെ വലിയ കച്ചവടം ഉണ്ടായിരുന്നതാണ്. പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല. ഒപ്പം സാധനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ വരുന്ന
വരുന്നതും കുറഞ്ഞു. താൽക്കാലിക ജീവനക്കാർ ശമ്പളം കിട്ടാത്ത ബുദ്ധിമുട്ടിൽ ഈ രൂപത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അതികഠിനമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനാകില്ല എന്നൊരു സാഹചര്യത്തിലാണ് വില വർധനവിന് സപ്ലൈകോ തയ്യാറെടുത്തത്. അതിന് സർക്കാർ തന്നെ തീരുമാനവും വന്നത്. നേരത്തെ സപ്ലൈകോ MD ആണ് ഇത് സംബന്ധിച്ചൊരു കത്ത് ഭക്ഷ്യവകുപ്പിന് നൽകിയത്. ഭക്ഷ്യവകുപ്പ് അത് LDFിലേക്ക്, ഭക്ഷ്യമന്ത്രി അത് LDFിലേക്ക് കൊണ്ടുവന്നു. LDF ഇതിന് അംഗീകാരം നൽകി. അതിനുശേഷം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഈ വില എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്ന് സംബന്ധിച്ച് വില കൂട്ടാൻ വിദഗ്ധ സമിതി, പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശം ഓരോ സാധനങ്ങൾക്കും ഓരോ തരം സബ്സിഡി, വില കുറഞ്ഞ പഞ്ചസാരയ്ക്ക് ചെറിയ സബ്സിഡി കൊടുക്കുക, മുളകിന് വലിയ സബ്സിഡി കൊടുക്കുക, ആ നിലയിൽ സബ്സിഡി കൊടുക്കാമെന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ CM ഇടപെട്ടു, മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞത് എല്ലാ സാധനങ്ങൾക്കും ഒരേ സബ്സിഡി മതി എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നിൽ വെച്ചു. അങ്ങനെ 35% സബ്സിഡി എന്ന കാര്യത്തിലെത്തി. വിപണി വില കണക്കാക്കി അതിൽ നിന്നും 35% സബ്സിഡി നൽകിയാണ് വില പരിഷ്കരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളോട് ചോദിച്ചാൽ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. അറിഞ്ഞോ? പ്രതികരിക്കാൻ തയ്യാറല്ല. ഏതായാലും ഒരു ഫലവും ഇല്ല. ഇങ്ങനെ ഭരിക്കണ കാലം വരെ അറിയാം. പ്രതികരിച്ചിട്ട് ഒരു ഫലവും ഇല്ല എന്നാണ്. ആളുകളുടെയൊക്കെ മനോഭാവത്തിൽ വന്ന് വ്യത്യാസം കൂടി കണക്കാക്കണം. പ്രതികരിച്ചിട്ട് എന്ത് ലാഭം, എന്താണ് കിട്ടുക എന്നാണ്. ഓക്കെ, അതിൽ നമുക്ക്